ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സനാഥ ബാല്യം, സംരക്ഷിത ബാല്യം എന്ന വിഷയം ചർച്ച ചെയ്യുകയാണ് നാം. നമ്മുടെ കേരളമാകട്ടെ ശിശു സൗഹൃദ കേരളം എന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ്. ലോകത്താകെ 220 കോടി കുട്ടികളാണ് ഇന്നുള്ളത്. നാളത്തെ ഇന്ത്യയിലെ പൗരരായ 49 കോടി കുട്ടികളുടെ ക്ഷേമ ഐശ്വര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. ബാലാവകാശ ഉടമ്പടി അഥവാ UNCRC ഒപ്പുവെച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതനുസരിച്ച് നാം ബാലനീതി നിയമം അംഗീകരിച്ചു. കുട്ടികൾക്ക് അതിജീവനത്തിന് അവകാശമുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണവും ചികിത്സയും കുട്ടികളുടെ അവകാശമാണ്. അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഇന്ത്യൻ സർക്കാരിനുണ്ട്. നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, യുദ്ധങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണത്തിന് അവകാശമുണ്ട്. സമാധാനപൂർണമായ ജീവിതമാണ് കുട്ടികൾക്ക് വേണ്ടത്. ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തെ അംഗീകരിക്കുന്ന മതനിരപേക്ഷമായ ഭരണഘടനയാണ് നമ്മുടേത്. ആ മഹത്തായ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് സമാധാനവും ജനാധിപത്യവും പുലരുക. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ പ്രദേശത്തിന്റെ പേരിലോ ഉള്ള ഒരു വിവേചനവും കുട്ടികൾ അനുഭവിക്കാൻ ഇടവരരുത്. ശാസ്ത്രീയ മനോഭാവത്തോടെ വളരാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള അവകാശം വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുക തന്നെ വേണം. യഥാർത്ഥവും സത്യസന്ധവുമായ ചരിത്രമറിയാനുള്ള അവകാശവും കുട്ടികൾക്കുണ്ട്. കുട്ടികൾക്കിണങ്ങുന്ന ഒരു ഇന്ത്യ സൃഷ്ടിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് നമ്മുടെ കേരളം. നമ്മുടെ ശിശുദിന സന്ദേശം തന്നെ സനാഥ ബാല്യം, സംരക്ഷിത ബാല്യം എന്നുള്ളതാണ്. കുട്ടികൾക്ക് സൗഹൃദയോജ്യമായ ഒരു ഇന്ത്യയും ഒരു ലോകവും പടുത്തുയർത്തുവാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ശിശുദിന റാലിയും മഹാസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളുടെ പ്രധാനമന്ത്രി ആദരണീയയായ